ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് ടോപ്പിക് തന്നെയാണ് കേട്ടോ. അതിലുള്ള കുറച്ച് MCQ സെക്ഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the unknown resistance is Rx is measured using a Wheatstone bridge using the formula given below. Rx is equal to R2 R3 by R1. The magnitude of resistance and the error in ohm is given as R1 equal to 10 plus or minus 0.5 ohm, R2 equal to 20 plus or minus 0.2 ohm and R3 equal to 30 plus or minus 0.6 ohm. The resulting error in Rx, RXലുള്ള റിസൾട്ടിങ് എറർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ ഓൾറെഡി നമ്മളോട് ഒരു ഫോർമുല തന്നിട്ടുണ്ട്. എന്താണ്? RX is equal to R2 R3 by R1 എന്നൊരു ഫോർമുലയാണ് തന്നിട്ടുള്ളത്. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്? ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെയായിരിക്കും ആൻസർ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് മെത്തേഡിലാണ് നമ്മളത് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ആദ്യം ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണം. അതായത് R1ൻ്റെ പെർസെൻറ്റേജ് എറർ. R1ൻ്റെ പെർസെൻറ്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കുക? 0.5 അല്ലേ? 0.5 ഡിവൈഡഡ് ബൈ 10 × 100 ചെയ്താൽ പോരെ? പെർസെൻറ്റേജ് എറർ നമുക്ക് കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 5. സിമിലർലി ഇതേപോലെ തന്നെ അടുത്തത് എന്താ? R2ൻ്റെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാം. R2ൻ്റെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ 1% എന്ന് കിട്ടും കേട്ടോ. അതുപോലെ R3യുടെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്? R3യുടെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 2% എന്ന് കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കുക. കാരണം R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ഡിവൈഡഡ് ബൈ, അതായത് നമ്മൾ ഹോസ്റ്റലിൽ തന്നിട്ടുണ്ട് R1 equal to 10 plus or minus 0.5 എന്ന് കാണുന്നില്ലേ? ആ 0.5 ഡിവൈഡഡ് ബൈ 10 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R1ൻ്റെ പെർസെൻറ്റേജ് എറർ കിട്ടി. R2ൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരാം, 0.2 എന്താണ് ഡിവൈഡഡ് ബൈ 20 × 100 വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1% എന്ന് കിട്ടും അല്ലേ? 1% കിട്ടും. നെക്സ്റ്റ് R3യുടെ കേസ് വരുമ്പോൾ എങ്ങനെയാണ്? 0.6 ഡിവൈഡഡ് ബൈ 30 × 100 ചെയ്യുമ്പോൾ നമുക്ക് R3യുടെ പെർസെൻറ്റേജ് എറർ കിട്ടും. ഇനി എന്ത് വേണം? നമ്മൾ മാക്സിമം പെർസെൻറ്റേജ് എറർ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെയും പെർസെൻറ്റേജ് എററാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി മാക്സിമം പെർസെൻറ്റേജ് എറർ എങ്ങനെയാണ്? മാക്സിമം പെർസെൻറ്റേജ് എറർ നമ്മൾ കണ്ടുപിടിക്കുക, ടോട്ടൽ ചെയ്യുക. ഈ RX is equal to എന്താണ്? നമ്മൾ എല്ലാ എററിൻ്റെയും എന്ത് ചെയ്യുക? ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എറർ കിട്ടും അല്ലേ? അപ്പോൾ എറർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്? RX equal to എന്താ വേണ്ടത്? R1 plus R2 plus R3 എന്ന് ചെയ്താൽ മതി. അപ്പോൾ എന്താ കിട്ടുന്നത്? 5 plus 1 plus 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 5 plus 1 plus 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8% എന്ന് കിട്ടും. അപ്പോൾ പെർസെൻറ്റേജ് എറർ കിട്ടി. പെർസെൻറ്റേജ് എറർ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമല്ലേ ഇതിനകത്ത്? നോക്കിയേ, 8% എന്നുള്ളത് ഒരേ ഒരു ആൾക്ക് മാത്രമല്ലേ ഉള്ളൂ? ഓപ്ഷൻ ബിക്ക് മാത്രമല്ലേ ആൻസർ ഉള്ളൂ? അപ്പോൾ ഓപ്ഷൻ ബിന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് എന്ത് വേണം? 60 പ്ലസ് ഓർ മൈനസ് ഉണ്ട് അല്ലേ? അപ്പോൾ 60 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ RXൻ്റെ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ RX എന്ന് പറയുന്നത് എന്താ? RX എന്ന് പറയുന്നത് നോക്കിയേ, RX equal to നമ്മൾ ആ വാല്യൂയിലേക്ക് R1ൻ്റെയും R2ൻ്റെയും R3യുടെയും വാല്യൂ ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കിട്ടും therefore RX equal to എന്താ? 20 × 30 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എന്ത് കിട്ടും? 600 by 10 equal to 60 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. വീണ്ടും അതേ തന്നെ അതിൻ്റെ പ്രൊസീജിയറും സ്റ്റെപ്പുകളും ഒക്കെയാണ് തന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് എന്തായിരുന്നു? പെർസെൻറ്റേജ് എറർ കണ്ടുപിടിച്ചു അല്ലേ? ടോട്ടൽ മാക്സിമം പെർസെൻറ്റേജ് എറർ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. പിന്നെ എന്താ വേണ്ടത്? നമ്മളുടെ അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, അതായത് RX ആണ് കണ്ടുപിടിച്ചത്. ആ ഫോർമുലയില്ലേ, നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരു ഫോർമുല തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് RX equal to R2 R3 by R1 എന്ന ആ ഫോർമുലയിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഇതാണ് നമ്മുടെ ഫോർമുല. അതിലേക്ക് R1ൻ്റെ വാല്യൂ, R2ൻ്റെ വാല്യൂ, R3യുടെ വാല്യൂസ് ഒക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ.
Next question number 12. A PMMC voltmeter is connected across a series combination of a DC voltage source V1 equal to 5 volt and an AC voltage source V2 of t equal to 2 sin 340 t of V. The meter reads. മീറ്റർ എങ്ങനെയാണ് റീഡ് ചെയ്യുക? അതപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്താണ്? അത് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് നോക്കുക. ഏതാണ് തന്നിട്ടുള്ളത്? PMMC വോൾട്ട്മീറ്റർ ആണ്. ഏതാണ്? പെർമനന്റ് മാഗ്നറ്റിക് മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ ആണ്. അപ്പോൾ PMMC ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, PMMC എന്ത് ക്വാണ്ടിറ്റീസ് ആണ് മെഷർ ചെയ്യുക? PMMC ഈസ് മെയിൻലി യൂസ്ഡ് ടു മെഷർ DC ക്വാണ്ടിറ്റീസ് ആണ് മെഷർ ചെയ്യുക അല്ലേ? DC മെഷർ ചെയ്യാനല്ലേ? DC മാത്രമേ ആര് മെഷർ ചെയ്യുള്ളൂ? നമ്മളുടെ PMMC എന്ന് പറയുന്ന ആൾ മെഷർ ചെയ്യുള്ളൂ. പക്ഷെ എന്താ ചോദിച്ചിട്ടുള്ളത്? കണക്റ്റഡ് അക്രോസ് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് എ DC വോൾട്ടേജ് സോഴ്സ്. DC വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് എന്താ? V1 equal to 5 volt എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. And an AC voltage source V2 of t equal to AC voltage source എന്താ തന്നിട്ടുള്ളത്? 2 sin 340 t എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മീറ്റർ എന്താണ് റീഡ് ചെയ്യുന്നത്? നമുക്ക് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ PMMC എന്ന് പറയുന്ന ആൾ എന്ത് മാത്രമേ മെഷർ ചെയ്യുള്ളൂ? DC ക്വാണ്ടിറ്റീസ് മാത്രമല്ലേ മെഷർ ചെയ്യുള്ളൂ. അപ്പോൾ DC ക്വാണ്ടിറ്റീസ് AC ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുമോ? അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് എന്താണ്? V2 of t ഇത് ഈ AC ക്വാണ്ടിറ്റി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഏത് മാത്രമേ മെഷർ ചെയ്യുള്ളൂ? DC ക്വാണ്ടിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ DC ക്വാണ്ടിറ്റി ആയി എടുത്തിട്ടുള്ളത് ഏതാണ്? 5 വോൾട്ട് ആണ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? 5 വോൾട്ടേ ആ ഒരു മീറ്റർ റീഡ് ചെയ്യുള്ളൂ. കാരണം DC ക്വാണ്ടിറ്റീസ് മാത്രമല്ലേ മെഷർ ചെയ്യുന്നത്. സോ എന്താണ്? 5 വോൾട്ട് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. അതിന് ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ആൻസർ കിട്ടില്ലേ? വിത്തിൻ സെക്കൻഡ്സിലാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, next question number 30. The deflection angle of the pointer of an ideal moving ion ammeter is 10 degree for 1 ampere DC current. If a current of 3 sin 340 t ampere is passed through the ammeter, then the deflection angle is. ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഡിഫ്ലക്ഷൻ ആംഗിൾ എന്തിൻ്റെയാണ്? ഇൻസ്ട്രുമെൻ്റ് നോക്കിയ ഇൻസ്ട്രുമെൻ്റ് എന്താണ്? ഐഡിയൽ മൂവിങ് അയോൺ അമീറ്റർ ആണ്. എന്താണ്? ഐഡിയൽ മൂവിങ് അയോൺ അമീറ്റർ ആണ്. ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എ പോയിന്റർ ഓഫ് എൻ ഐഡിയൽ മൂവിങ് അയോൺ അമീറ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ 10 ഡിഗ്രി തന്നിട്ടുണ്ട്. കറണ്ട് എത്രയാണ്? 1 ആംപിയർ DC കറണ്ടിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ കറണ്ട് ഓഫ് 3 sin 340 t ആംപിയർ ഈസ് പാസ്ഡ്. ആ മീറ്ററിലൂടെ അത് പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്നാണ്. ഐഡിയൽ മൂവിങ് അമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ തന്നു. എന്നാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ AC കറന്റ് അല്ലെ അമീറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ, അതായത് 3 sin 340 t ആംപിയർ പാസ് ചെയ്യുമ്പോൾ ആ അമീറ്ററിലുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു DC കറന്റ് എത്രയാണ്? 1 ആംപിയർ. അപ്പോൾ RMS വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? IRMS DC ഈക്വൽ ടു 1 ആംപിയർ ആണ്. സോ ആ ടൈമിലുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ എന്തായിരുന്നു ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്? 10 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ K ഈക്വൽ ടു 10 ഡിഗ്രി ഈക്വൽ ടു K ഇൻറ്റു 1.6 സ്ക്വയറിന് കൊടുക്കാം. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടി? 10 ഡിഗ്രി ആംപിയർ എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് അടുത്തത് അതിൻ്റെ RMS വാല്യൂ അല്ലേ? RMS വാല്യൂ IRMS AC എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ AC ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഗിവൺ കറണ്ട് ഈക്വൽ ടു എന്താണ്? I of t ഈക്വൽ ടു 3 sin 340 t ആംപിയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്, അതായത് IM എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3 ആംപിയർ ആണ് അല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? IRMS AC കണ്ടുപിടിച്ചൂടെ? അപ്പോൾ 3/√2 എന്ന് നമുക്ക് കിട്ടി. അതാണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് IRMS AC ഈക്വൽ ടു 3/√2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എൻ AC കറന്റ് അല്ലേ? ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എൻ AC കറന്റ്. ആ ഒരു ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്യുക. ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എൻ AC കറന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ തീറ്റ AC ഈക്വൽ ടു K ഇൻറ്റു I² RMS AC ആണ്. ഇതാണ് ഫോർമുല. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെയുടെ വാല്യൂ നമ്മളുടെ കയ്യിലുണ്ട്, IRMS ACയുടെ വാല്യൂ നമുക്കുണ്ട്. സോ ജസ്റ്റ് എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. തീറ്റ AC ഈക്വൽ ടു 10 ഡിഗ്രി ബൈ A² ഇൻറ്റു √3/√2 ആംപിയർ. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 10 ഡിഗ്രി ഇൻറ്റു 9/2. സോ 45 ഡിഗ്രിന്ന് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? മാത്രമേ ഉള്ളൂ. നമുക്ക് എളുപ്പമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് പോവാം കേട്ടോ. അതിൽ കറക്റ്റ് ആൻസർ എന്നത് ഏതാണ്?
ഓപ്ഷൻ സി 45 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. Next, question number 40. Two voltmeter have same range of 0 to 400 volt and has sensitivity of 100 ohm by volt and 150 ohm by volt respectively. If they are connected in series and 600 volt is applied across the series circuit, the voltmeter reading are. ഇങ്ങനെയാണ് വോൾട്ട്മീറ്ററിന്റെ റീഡിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? രണ്ട് വോൾട്ട്മീറ്റർ ഉണ്ട്. അത് ആദ്യം നമ്മൾ നോട്ട് ചെയ്യുക. എന്താണ്? ഒരേ റേഞ്ചുള്ള രണ്ട് വോൾട്ട്മീറ്റർ ഉണ്ട് നമുക്കിവിടെ. എന്താണ്? 0 to 400 വോൾട്ട്. അവിടുത്തെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? 100 ഓം വോൾട്ട് അല്ലെങ്കിൽ എന്താണ്? 150 ഓം പെർ വോൾട്ട് ആണ് തന്നിട്ടുള്ളത്. അത് എങ്ങനെയാണ്? 600 വോൾട്ട് അല്ലേ? ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് 600 വോൾട്ട് ഈസ് അപ്ലൈഡ് അക്രോസ് സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ അവിടെ വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം അല്ലേ? അപ്പോൾ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? രണ്ട് റെസിസ്റ്റൻസ് വാല്യൂവിലെ 100ഉം 150ഉം ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് അല്ലേ, റെസിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് വോൾട്ട് മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റഡ് ബൈ, ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സെൻസിറ്റിവിറ്റി ബൈ ഇറ്റ്സ് റേഞ്ച്. അതായത് R1 ഈക്വൽ ടു 100 ഓം ബൈ വോൾട്ട് ഇൻറ്റു 400 വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 4000 ഓം കിട്ടും അല്ലേ? 4000 ഓം കിട്ടും. അതേപോലെ തന്നെ രണ്ടാമത്തതും ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 115 ഇൻറ്റു കാണുന്നില്ലേ? 150 ഇൻറ്റു 400 വോൾട്ട്. അപ്പോൾ രണ്ട് ഇതിൻ്റെയും റെസിസ്റ്റൻസ് നമ്മൾ, അതായത് റെസിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് വോൾട്ട് മീറ്ററും കണ്ടു, റെസിസ്റ്റൻസ് ഓഫ് സെക്കൻഡ് വോൾട്ട് മീറ്ററും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മെഷർ ചെയ്ത് എടുത്തു. അടുത്തത് എന്ത് വേണം? അതിൻ്റെ വോൾട്ടേജ് റീഡിങ്, ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ടോട്ടൽ കാൽക്കുലേറ്റ്, വോൾട്ടേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ? കറൻറ്റ് I ഇൻറ്റു R1 അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി, കറൻറ്റ് കണ്ടുപിടിക്കണം. സോ കറൻറ്റ് കണ്ടുപിടിക്കാൻ എന്താ? V അപ്ലൈഡ് ബൈ R ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റിൻ്റെ വാല്യൂ കിട്ടില്ലേ? അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്ക് ഓംസ് ലോ വെച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ V ഈക്വൽ ടു I ഇൻറ്റു R1. സോ കറൻറ്റിൻ്റെ വാല്യൂ നമുക്ക് 0.006 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ അതെന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ രണ്ടിനും വേറെ വേറെ റെസിസ്റ്റൻസ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 240 വോൾട്ടും അതുപോലെ 360 വോൾട്ടും ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ രണ്ട് റെസിസ്റ്റൻസിൻ്റെയും എന്ത് ചെയ്യുക? ആദ്യം അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് വോൾട്ട് മീറ്ററിൻ്റെ ആ സെൻസിറ്റിവിറ്റി വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് കറണ്ട് വാല്യൂ കണ്ടുപിടിക്കുക. വോൾട്ടേജ് റീഡിംഗ് അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ വോൾട്ടേജ് റീഡിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ കറണ്ട് ഇൻറ്റു R1 അതുപോലെ കറണ്ട് ഇൻറ്റു R2 എന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ആൻസർ കിട്ടും. എന്താ കറക്റ്റ് ആൻസർ? 240 വോൾട്ട് ആൻഡ് 360 വോൾട്ട്. ഓപ്ഷൻ ബി ആണ് അതിൽ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, next question number 50. A moving iron ammeter producing a full scale torque of 250 nanometer with a deflection of 125 degree at a current of 20 ampere. The rate of change of self inductance of the instrument at full scale is. എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു മൂവിങ്, ഏതാണ് ഇൻസ്ട്രുമെൻറ്റ്? നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നോക്കണം. ഏതാണ് ഇൻസ്ട്രുമെൻറ്റ്? മൂവിങ് അയോൺ അമീറ്റർ ആണ് അല്ലേ? അവിടെ ഫുൾ സ്കെയിൽ ടോർക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തത് എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്, അതായത് ഫുൾ സ്കെയിൽ, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫുൾ സ്കെയിലിൽ അതിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് dl/dt ഇൻഡക്റ്റൻസ്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓഫ് എ മൂവിങ് അയോൺ ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെയാണ്? TD ഈക്വൽ ടു 1/2 I² dl. ഈ ഫോർമുല അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അത് നോട്ട് ചെയ്യാം. എന്നിട്ട് എന്താണ്? നമുക്ക് dl/dt ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്? TD ഉണ്ട്, ഡിഫ്ലക്ഷൻ ടോർക്ക് TD ഉണ്ട്, എത്രയാണ്? 250 ഉണ്ട് അല്ലേ? പിന്നെന്താ ഉള്ളത്? കറണ്ട്, അതിൻ്റെ കറണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വാല്യൂസൊക്കെ ആ ഒരു ഇക്വേഷനിലേക്ക്, അതായത് TD ഈക്വൽ ടു 1/2 I² dl/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? അപ്പോൾ എന്താ കിട്ടുന്നത്? അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ആ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് 1.25 × 10⁻⁻⁶ ആണ്. ഓരോ സ്റ്റെപ്പും ഞാനിവിടെ തന്നിട്ടുണ്ട്, നോക്കിയേ. ആ വാല്യൂസ്, അതായത് TD ഈക്വൽ ടു, ഏതാണ് ഇക്വേഷൻ? TD ഈക്വൽ ടു 1/2 I² dl/dt. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ അല്ലേ? dl/dt ആണ് നമ്മളുടെ ഇക്വേഷൻ.
സോ അതിലേക്ക് ഞാൻ ടി ഡിയുടെ വാല്യൂ നമ്മളുടെ ക്വസ്റ്റ്യനിലുണ്ട് 250 × 10⁻⁻6 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അടുത്തത് എന്താണ് ഹാഫ് ഇൻറ്റു ഐ സ്ക്വയർ 20 അല്ലേ 20 സ്ക്വയർ ഡി തീറ്റ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് 250 × 10⁻⁻6/200. സോ 1.25 × 10⁻⁻6 എന്ന കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ, അതായത് 1.25 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, next question number 60. The voltage expressed V of t equal to E1 sin omega t plus E2 sin 3 omega t V is applied to the pressure coil of a wattmeter, and a current expression of I of t equal to I1 sin omega t minus phi1 plus I3 sin 3 omega t minus phi3 plus I5 sin 5 omega t minus phi3 is passed through the current coil. The average power measured by the wattmeter is വാട്ട്മീറ്ററിലെ ആവറേജ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആവറേജ് പവർ അതായത് നമുക്ക് വോൾട്ടേജ് എക്സ്പ്രഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് എങ്ങോട്ട് കൊടുത്തു? വാട്ട്മീറ്ററിന്റെ പ്രഷർ കോയിലിൽ കൊടുത്തപ്പോൾ അവിടുത്തെ കറന്റ് എക്സ്പ്രഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആവറേജ്, ആ വാട്ട്മീറ്ററിലുള്ള ആവറേജ് പവർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് പവർ കണ്ടുപിടിക്കുക നോക്കിയേ. വി ഓഫ് ടി ഈക്വൽ ടു E1 sin omega t plus E3 sin omega t അല്ലേ. വാട്ട്മീറ്റർ എന്താണ്? ആവറേജ് പവർ ഇൻ AC സർക്യൂട്ട് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ കറന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്താണ്? I1 sin omega t minus phi1 plus I3 sin 3 omega t minus phi3 plus I5 sin 5 omega t minus phi5 ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഓക്കെ, അടുത്തത് പവർ കാൽക്കുലേഷൻ. ഓരോന്നിൻ്റെയും പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ദ പവർ അറ്റ് എ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈസ് ഗിവൺ ബൈ 0.5 × E1 × I1 × cos phi. തേർഡ് ഹാർമോണിക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 omega t. അതായത് ദ പവർ അറ്റ് എ തേർഡ് ഹാർമോണിക്സ് ഈസ് ഗിവൺ ബൈ 0.5 × E3 × I3 × cos phi 3 ആണ്. അതുപോലെ ഫിഫ്ത്ത് ഹാർമോണിക്സ് അതായത് 5 omega നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് ഓരോ ഹാർമോണിക്സിൻ്റെയും. അപ്പോൾ തേർഡ് ഹാർമോണിക്സ്, ഫിഫ്ത്ത് ഹാർമോണിക്സ്, ഫസ്റ്റ് ഹാർമോണിക്സ് അതിൻ്റെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ സിൻസ് ദർ ഈസ് നോ ഫിഫ്ത്ത് ഹാർമോണിക് ഇൻ ദ വോൾട്ടേജ് എക്സ്പ്രഷൻ, സോ പവർ ഫ്രീക്വൻസി അവിടെ എന്താണ്? 0 ആയി മാറി. അപ്പോൾ ഏവറേജ് പവർ എന്ന് പറയുമ്പോൾ പോയിന്റ് നമുക്ക് തന്നിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഓരോ പവർ കാൽക്കുലേഷൻ, ഫസ്റ്റ് ഹാർമോണിക്സിൻ്റെ അതുപോലെ തന്നെ എന്താണ് തേർഡ് ഹാർമോണിക്സിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 0.5 E1 I1 cos phi1 പ്ലസ് 0.5 E3 I3 cos phi3 പ്ലസ് 0.5 E5 I5 cos phi3 എന്ന് കിട്ടും. അതാണ് നമ്മളുടെ എന്താ ആവറേജ് പവർ. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. കറണ്ട് കണ്ടുപിടിച്ചു, വോൾട്ടേജ് ഇക്വേഷൻ നമ്മളുടെ കയ്യിലുണ്ട് അല്ലേ. അത് വെച്ച് നമ്മൾ എന്താണ് ഓരോന്നിൻ്റെയും പവർ കാൽക്കുലേഷൻസ് എടുത്തിട്ട് ടോട്ടൽ ചെയ്തു. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാം തന്നിട്ടുണ്ട്. അതായത് വോൾട്ടേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ എന്താണ് കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും പവർ, ആവറേജ് പവർ മെഷർ ചെയ്ത് അത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. Question number 17. 2 wattmeter method is used for measurement of power in a symmetrical three-phase system and load. One of the wattmeter read half of the other. What will be the power factor of the load if both are having positive reading എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്താണ്? 2 വാട്ട്മീറ്റർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ക്വസ്റ്റ്യനിൽ അല്ലേ. വാട്ട്മീറ്റർ റീഡിംഗ്, ഫസ്റ്റ് വാട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറയുമ്പോൾ VL/IL 30 + 5. സെക്കൻഡ് വാട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറയുമ്പോൾ VL/IL cos 30 - 5. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. വാട്ട്മീറ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. cos 5. അപ്പോൾ 5ൻ്റെ വാല്യൂ അറിയണ്ടേ? 5 വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? tan ഇൻവേഴ്സ് √3 വാട്ട്മീറ്റർ 1 മൈനസ് വാട്ട്മീറ്റർ 2 ബൈ വാട്ട്മീറ്റർ 1 പ്ലസ് വാട്ട്മീറ്റർ 2 ആണ്. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? വാട്ട്മീറ്റർ 2 എന്ന് പറയുന്നത് W1/2 ആണ്. അതായത് എന്താ ചെയ്തിട്ടുള്ളത്? 1 ഓഫ് ദ വാട്ട്മീറ്റർ റീഡ് ഹാഫ് ഓഫ് ദി അതർ എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ W1 എന്ന് പറയുന്നത് W1 തന്നെയാണ്. W2 എന്ന് പറയുന്നത് എന്താണ്? W1/2 ആണ്. W1/2 ആണ്. സോ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഇക്വേഷനിലേക്ക്. അപ്പോൾ tan ഇൻവേഴ്സ് √3 W1 മൈനസ് W1/2 ബൈ W1 പ്ലസ് W1/2 എന്ന് കിട്ടും. സോ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? tan ഇൻവേഴ്സ് 1/√3
√3. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാ ട്രിഗ്നോമെട്രിക് ഫോർമുലാസും ഒന്ന് പഠിച്ചു പോകണം കേട്ടോ, റിഫ്രഷ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ആൻസർ കിട്ടുള്ളൂ. സോ ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ 5 കിട്ടി. 5ൻ്റെ വാല്യൂ എത്രയാണ്? 30 ഡിഗ്രി. 5 = 30 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? പവർ ഫാക്ടർ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ എന്താണ്? പവർ ഫാക്ടർ ഓഫ് ദ ലോഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ പവർ ഫാക്ടർ ഓഫ് ദ ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പവർ ഫാക്ടർ cos 5 = cos 30 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.866 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? 0.866 എന്ന വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. Next, question number 80. A single phase energy meter disc makes 2208 revolution for a constant load of 230 volt 4 ampere at unity power factor for 6 hours. What will be the energy consumption by the load if the meter disc complete 1240 revolution? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ തന്നെ ഒരു സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഡിസ്കിൻ്റെ റെവല്യൂഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? 2208 റെവല്യൂഷൻ. അതിലെ കോൺസ്റ്റന്റ് ലോഡ് എന്ന് പറയുന്നത് 230 വോൾട്ട് 4 ആംപിയർ. പവർ ഫാക്ടർ വന്നിട്ട് എന്താണ്? യൂണിറ്റി പവർ ഫാക്ടർ ആണ്. എത്ര മണിക്കൂറിൽ? 6 hours ആണെങ്കിൽ വാട്ട് വിൽ ബി ദ എനർജി കൺസപ്ഷൻ ബൈ ദ ലോഡ് ഇഫ് ദ മീറ്റർ ഡിസ്ക് കംപ്ലീറ്റ് 1240 റെവല്യൂഷൻ. അപ്പോൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. P = എന്താണ്? VI cos 5 എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പവറിൻ്റെ ഇക്വേഷൻ. പവർ അല്ലേ, പവർ ഫാക്ടർ, അതായത് പവർ ഫാക്ടർ P = അപ്പോൾ V ഉണ്ട്, I ഉണ്ട്, cos 5 എല്ലാം നമുക്ക് ക്വസ്റ്റ്യനുണ്ട്. പവർ അല്ലേ, V എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്, കറൻറ്റ് എന്ന് പറയുന്നത് 4 ആംപിയർ ആണ്, പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പവർ എത്ര കിട്ടും നോക്കിയേ? 920 വാട്ട് കിട്ടും അല്ലേ. 920 ആണ് വാട്ട്സ് ആണ് നമ്മളുടെ എന്ത് പവർ എന്ന് പറയുന്ന സാധനം. പവർ = എത്രയാണ്? 920 വാട്ട്സ് കിട്ടും. കിലോ വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 920 / 1000 ചെയ്യുമ്പോൾ 0.92 വാട്ട് കിട്ടും അല്ലേ. ഇനി എന്ത് വേണം? എനർജി കൺസപ്ഷൻ അല്ലേ, എനർജി കൺസപ്ഷൻ. അപ്പോൾ എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടൈം, പവർ ഇൻറ്റു ടൈം അല്ലേ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എന്താണ് വരുന്നത്? 92 ഇൻറ്റു ടൈം എത്രയാണ്? 6 hours ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി 5.252 കിലോ വാട്ടിന് കിട്ടും. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? എനർജി കൺസപ്ഷൻ ഫോർ 1240 റെവല്യൂഷൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എനർജി കൺസപ്ഷൻ ഫോർ എത്രയാണ്? 1240 റെവല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? 1240 റെവല്യൂഷൻ ബൈ എന്താ കണ്ടുപിടിക്കേണ്ടത്? 400 റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3.1 കിലോ വാട്ട് അവർന്ന് കിട്ടും. ഏതാണ് ആൻസർ? 3.1 കിലോ വാട്ട് അവർന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അതായത് മീറ്റർ കോൺസ്റ്റൻറ്റിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ ഓർക്കുക. മീറ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താ ഫോർമുല? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ബൈ എനർജി കൺസ്യൂംഡ് ആണ് മീറ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. സോ എത്ര റെവല്യൂഷൻ ഉണ്ട്? 2208 ബൈ എനർജി കൺസപ്ഷൻ പറഞ്ഞാൽ 5.52 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 400 റെവല്യൂഷൻസ് പെർ കിലോ വാട്ട് എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്? E2, അതായത് എനർജി കൺസ്യൂംഡ് ഫോർ എ ഡിഫറൻറ്റ് നമ്പർ ഓഫ് റെവല്യൂഷൻ ക്യാൻ ബി ഫൗണ്ട് ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ മീറ്റർ കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്? E2 = 1240 റെവല്യൂഷൻ ബൈ 400 റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർന്ന് ചെയ്യുമ്പോൾ 3.1 എന്ന ആൻസർ കിട്ടും കേട്ടോ. നോട്ട് ചെയ്യുക, അത്രയും സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഓരോന്നും ചെയ്തു പോവുക. നെക്സ്റ്റ് question number 19. What type of voltage is applied to the horizontal deflection plate in an oscilloscope? ഒരു ഓസിലോസ്കോപ്പിനകത്ത് അല്ലേ എന്ത് ടൈപ്പ്, അതായത് what type of voltage is applied to the horizontal deflection plate of an oscilloscope? അപ്പോൾ അത് ഏതാണ്? നമ്മളുടെ sawtooth waveform ആണ് കേട്ടോ. ഏതാണ് നമ്മൾ കൊടുക്കുന്നത്? sawtooth waveform ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Question number 20. The deflection sensitivity of a cathode ray tube is. ഒരു cathode ray ട്യൂബിൻ്റെ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ഡിഫ്ലക്ഷൻ വോൾട്ടേജ്, ഓപ്ഷൻ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിഫ്ലക്ഷൻ വോൾട്ടേജ്, ഓപ്ഷൻ സി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ഡിഫ്ലക്ഷൻ വോൾട്ടേജ്, ഓപ്ഷൻ ഡി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിഫ്ലക്ഷൻ വോൾട്ടേജ്. അപ്പോൾ എന്താണ് ഒരു ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്? ഡി ബൈ, അതായത് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുല ഓർത്ത് വയ്ക്കുക, S = D/ED എന്നാണ് ഫോർമുല കേട്ടോ. അപ്പോൾ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഓഫ് CRT എന്ന് പറയുന്നത് S = D/ED ആണ്. സോ LTD/2D E
എ എന്ന് പറയുന്നതാണ് അതിൽ ഓരോന്നിൻ്റെയും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് സെൻറ്റർ ഓഫ് ദ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് ആണ്. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് ആണ്. എൽ ഡി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് ആണ്. എ എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ആണ്. ഇ ഡി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ വോൾട്ടേജ് ആണ് അല്ലേ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ വോൾട്ടേജ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത്രയും ക്വസ്റ്റ്യൻസ്, കാരണം ഇതിലെന്താണ് കുറച്ച് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഗോ ത്രൂ ചെയ്യുമ്പോൾ കുറച്ച് ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പോവുക. ഓരോ ഇൻസ്ട്രുമെൻസിൻ്റെയും ഡിഫ്ലക്ഷൻ ടോർക്ക് അതുപോലെ എന്ത് ക്വാണ്ടിറ്റീസ് ആണ് മെഷർ ചെയ്യുന്നത്, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ കുറേ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായി വർക്കൗട്ട് ചെയ്ത് തന്നെ പോകണം. നമ്മൾ പ്രോബ്ലംസ് ഇല്ല, ഇൻസ്ട്രുമെൻറ്റ്സ് മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻസ് ആണെന്ന് പറഞ്ഞിട്ട് സിമ്പിളായി വിട്ടു പോകരുത്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എന്താണ് എല്ലാം AC ഫണ്ടമെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്തിട്ട് നന്നായി പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.